ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കിയിട്ടെടുത്താലോ. ഇടിയപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസൊക്കെ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഈ ഒരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ. ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലാണ് ഇപ്പോൾ ഈ ഒരു ചിക്കൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിനൊരു 10 മിനിറ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാനിത് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് കഴുകിക്കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ആൽപ്പി ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകത തന്നെ. ഇതിനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഈ ഒരു മസാലയാണ് ഈ ഒരു ചിക്കൻ കറിയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. കാരണം ഒരു പ്രത്യേക തരം ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഹാൽപ്പി ചിക്കൻ കറി നിങ്ങൾ ഒരു തവണ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ ഒരു രീതിയിലുള്ള ചിക്കൻ കറി തന്നെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് 10 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 3 സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സവാളയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴന്ന് കിട്ടണം. ഈ ഒരു ഹാൽപ്പി ചിക്കൻ കറിക്കെന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. കാരണം ഇതിൻ്റെ ആ ഒരു മസാല കൂട്ടാണ് ഇതിന് വല്ലാത്തൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. കാരണം ഈ ഒരു സവാളയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കളറൊക്കെ മാറിക്കിട്ടണം. ഈ ഒരു സവാളയൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിതിൻ്റെ ഒരു മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക്, അതായത് ഓരോരുത്തരുടെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് കുരുമുളക് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പട്ട അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഇന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോരാ, ഈ ഒരു കളറിലായിരിക്കണം നമുക്ക് സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഞാൻ ഫ്ലെയിം കുറച്ചിട്ടാണ് ഈ ഒരു സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹാൽപ്പി ചിക്കൻ കറി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ്. അതായത് 2ാം തേങ്ങാപ്പാലാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. കാരണം ഇതിലേക്ക് ഒരല്പം പോലും വെള്ളം നമ്മൾ പ്രത്യേകമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അളവിൽ ഞാനിപ്പം തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് 2ാം തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 1.5 കപ്പ് അളവിൽ 2ാം തേങ്ങാപ്പാൽ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടിയില്ലേ, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ ഒരു ഹാൽപ്പി ചിക്കൻ കറിയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ ഈ ഒരു മസാലപ്പൊടി. ഇതിൻ്റെ ഈ ഒരു സ്മെല്ലില്ല, നമ്മളിതിലേക്ക് പട്ടയൊക്കെ ചേർത്തിട്ടാണല്ലോ പൊടിച്ച് വെച്ചിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 2 ഏലക്കായ് പൊടിയുടെ അളവിലാണ് ഇതിലേക്ക് ആ ഒരു പൊടി
ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് സ്കിപ്പായി പോയതാണ്. ഒരു മസാലപ്പൊടി ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി കിട്ടട്ടെ. അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കറി എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണുള്ള. ആ ഒരു മസാലപ്പൊടിക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇത് കഴിക്കണമെന്ന്, പക്ഷേ കഴിക്കാൻ പറ്റില്ല. എനിക്കിന്ന് നോമ്പായത് കൊണ്ട് തന്നെ കഴിക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ, അതായത് 1 പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് 1 തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത്, കാരണം ഇച്ചിരി കൂടി ഒന്ന് കുറുകി കിട്ടട്ടെ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ പച്ചമുളക്. നമ്മൾ നേരത്തെ തന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടെ തന്നെ ഒരു 10 കാഷ്നട്ട് നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അണ്ടിപ്പരിപ്പൊക്കെ അരച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. ഇച്ചിരി കൂടി ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് മാത്രം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹാൽപ്പി ചിക്കൻ കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കണേ. ഞാൻ ഈ ഒരു സമയത്തൊന്നും ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തില്ല. ഇച്ചിരി കൂടി ഒന്ന് കുറുകി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് വെച്ചാൽ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള കറി തന്നെയാണ് ഇത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പക്ഷേ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ കൂടി ഉണ്ടെങ്കിലാണ് ഈ കറി ഒരു സൂപ്പറായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ മസാലപ്പൊടി ചേർത്തിട്ടുള്ള ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഹാൽപ്പി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒരു ലൈക്ക് ഇടാൻ ആരും തന്നെ മറക്കല്ലേ.